ശ്രീനാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും അക്ഷരാർത്ഥത്തിലും ആശയാർത്ഥത്തിലും അനുകരിച്ചും അനുസരിച്ചും ജീവിച്ചു പോന്ന പ്രൊഫസർ PS വേലായുധൻ അദ്ദേഹം ഇടപെട്ട എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ തുടക്കം അദ്ദേഹം പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടി കഠിന അധ്വാനത്തിലും സത്യസന്ധതയോടും കൂടി അദ്ദേഹം ഇടപെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം അതിൻ്റെ മുൻപന്തിയിൽ എത്തിച്ചേർന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ കർമ്മനിരതവും അർത്ഥപൂർണവുമായ ജീവിതം പുതുതലമുറയെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇത്രയധികം താൻ ഇടപെട്ട എല്ലാ മേഖലകളിലും അതിൻ്റെ അറ്റം വരെ ടോപ്പ് ലെവൽ വരെ എത്തി അത് ആ കൃത്യനിഷ്ഠതയോടെയുള്ള തൻ്റെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ ആ കാലയളവാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലായാലും പഠിത്തത്തിലായാലും എല്ലാം 100% അങ്ങേര് അതിനോട് നീതി പുലർത്തിയത് ആ ഭരണ ചുമതല നടത്തിപ്പോന്നു. സായാഹ്ന ക്ലാസ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതുപോലെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള ഒരു ജീവിതം ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയധികം ഒരു പാരഡൈം ഷിഫ്റ്റാണ് നടന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിന് ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ എൽസമ്മ ജോസഫ് അറക്കലാണ്. വിദ്യാഭ്യാസ മുൻ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത എൽസമ്മ അല്ലാതെ തന്നെ സദനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമ്മളോട് യോജിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. എൽസമ്മ ജോസഫ് അറക്കലിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. പുസ്തക പ്രകാശനം കർമ്മം നടത്തുന്നത് ശ്രീ PP രാജൻ അവറുകളാണ്. ശ്രീനാരായണ സേവാ സംഘം സെക്രട്ടറിയാണ്. സഹോദരൻ മാസികയുടെ ചീഫ് എഡിറ്റർ. കൂടാതെ നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് വേണ്ടി ചെലവാക്കിയ അദ്ദേഹത്തിൻ്റെ ആ സൽക്കർമ്മങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരവ് കൊടുത്തതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മുളന്തുരുത്തിയിൽ വലിയൊരു പരിപാടിയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്രയധികം ഒരു ജന്മം മുഴുവനും സമൂഹത്തിന് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ PP രാജൻ അവറുകൾ. എന്തുകൊണ്ടും അദ്ദേഹം ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം നടത്താൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് ശ്രീ PV സന്തോഷ് കുമാർ സാറാണ്. പ്രൊഫസർ PS വേലായുധൻ സാറിൻ്റെ മകനാണ്. ഞങ്ങൾക്ക് കുഞ്ഞുമോൻ ചേട്ടനാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലെ തൊട്ട് കാണുന്ന ഒരു ചേട്ടനാണ്. അന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ഇപ്പോൾ പേടിയില്ല. അന്നൊക്കെ ഞങ്ങളെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുന്ന ഞങ്ങളുടെ അമ്മങ്കോൽ റോഡിലൊരു വലിയ ആളായിരുന്നു. കുഞ്ഞുഞ്ഞൻ ചേട്ടനെ, സന്തോഷ് ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് ചേട്ടൻ്റെ വൈഫും മകനും വൈഫും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മഹാരാജാസ് കോളേജ് ഹിസ്റ്ററി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ ദീപു സാറാണ് ആശംസകൾ അർപ്പിക്കാൻ നമ്മോടൊപ്പം ഉള്ളത്. ദീപു സാറിനെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഉഷ കിരൺ ആനന്ദതീർത്ഥ സാംസ്കാരിക സമിതിയുടെ പ്രസിഡൻ്റാണ്. ഈ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പും ഉഷ മാഡം സദനമായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഉഷ കിരൺ മാഡത്തിനും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് ഡോക്ടർ ശാന്താദേവിയാണ്.
പ്രൊഫസർ PS വേലായുധൻ്റെ ഇൻഫ്ലുവൻസ് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ച് അധികം അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അച്ഛൻ പറഞ്ഞു പ്രൊഫസർ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന്. പ്രൊഫസറുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നീ എൻജിനീയറിങ്ങിനൊന്നും പോകണ്ട, വല്ല പാലത്തിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങും, ഇവിടെ BSc പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്പെഷ്യൽ BSc പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതൊരു നല്ല ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഷീ റീച്ച്ഡ് അപ് ടു സീനിയർ സയൻറ്റിസ്റ്റ് ഇൻ DRDO. സോ we heartily welcome Dr. Shanda Devi for this function. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് മാം. അടുത്തതായി അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിനായി റിട്ടയർഡ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉപാധ്യക്ഷ ഡോക്ടർ എൽസമ്മ ജോസഫ് അറക്കൽ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷയായി ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ, എൻ്റെ ഗുരുനാഥന്മാരുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ഹാള്. അതെനിക്ക് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഞാൻ എൻ്റെ ഗുരുനാഥൻ MK പ്രസാദിൻ്റെ മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കൂടാതെ മറ്റൊരു വിഷമമുള്ളതും, ഈ പുസ്തക പ്രകാശനം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആദരണീയനായ മറ്റൊരു ഗുരുനാഥൻ പ്രൊഫസർ MK സാനു അവർകൾ ചെറിയ ഒരു സർജറി മൂലം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യവും തീർച്ചയായും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആയുരാരോഗ്യ സൗഭാഗ്യത്തോടുകൂടി പൂർവാധികം ആരോഗ്യവാനായി അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൊഫസർ PS വേലായുധൻ മഹാരാജാസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലാണ്. ആ ഒരു ശ്രേണിയിലേക്ക് എനിക്കും കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുനഃപ്രകാശനം ചെയ്യുന്ന ഈ അവസരത്തിൽ അതിൻ്റെ എഡിറ്റേഴ്സായി പ്രവർത്തിച്ചതും മഹാരാജാസ് കോളേജ് ഹിസ്റ്ററി വിഭാഗം അധ്യാപകരായ പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കലും പ്രൊഫസർ ദീപുവുമാണ്. ദീപു ഇവിടെ ഉപവിഷ്ടനാണ് വേദിയിൽ, ഒരു എഡിറ്ററാണ് ഈ പുസ്തകത്തിൻ്റെ. വിനോദും ചെറിയ ഒരു ആക്സിഡൻ്റായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈതരണികളെ എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കാളികളാകുന്നത്. ഈ വൈതരണികളെ എല്ലാം തരണം ചെയ്യാൻ സഹായിച്ചത് SNV സദനത്തിൻ്റെ ഭാരവാഹികളും പ്രത്യേകിച്ചും നമ്മുടെ ഗീത മാഡത്തിൻ്റെ സഹായ സഹകരണങ്ങൾ കൊണ്ടുമാണ്. സദനം ഭാരവാഹികളോടും ഗീത മാഡത്തോടുമുള്ള പ്രത്യേകം സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1987 പ്രൊഫസർ PS വേലായുധൻ തൻ്റെ ആത്മകഥ ആദ്യമായി പ്രകാശനം ചെയ്തത്. ഇതിൽ കേരളത്തിൻ്റെ നാനാവിധത്തിലുള്ള ചരിത്രങ്ങളും മഹാരാജാസ് കോളേജിൻ്റെ ചരിത്രവും എല്ലാം ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരിക്കൽ കൂടി പുനഃപ്രസിദ്ധീകരിക്കുക എന്നുള്ളത്
അനിവാര്യമായ ഒരു ഘടകമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിന് തയ്യാറായ എഡിറ്റർമാരും പബ്ലിഷേഴ്സായ പ്രബോധ പബ്ലിക്കേഷൻസും എല്ലാം അനുമോദനം അർഹിക്കുന്നവരാണ്. അതിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിലും ഈ പുസ്തകത്തിൻ്റെ ചാരുത, അതിൻ്റെ ആകർഷണം ഒട്ടും കുറയാതെ തന്നെയാണ് ഈ പുസ്തകം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിനോടൊപ്പം ജീവിച്ച് വളർന്ന് ചരിത്രം കുറിച്ച വ്യക്തിയാണ് പ്രൊഫസർ PS വേലായുധൻ. മഹാരാജാസ് കോളേജ് അദ്ദേഹത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴ്ന്ന ജാതിയിൽ നിന്നുള്ള ആദ്യത്തെ പ്രിൻസിപ്പൽ എന്ന രീതിയിലാണ്. ആ ഒരു ശ്രേണിയിലേക്കാണ് ഞാനും ചെന്നെത്തിയിരിക്കുന്നത്. താഴ്ന്ന വിഭാഗക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി. കേരളത്തിൻ്റെ അന്നത്തെ കാലത്തിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക അവസ്ഥകളെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ പഠിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുകരണീയമായ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, എൻ്റെ ജീവിത പദങ്ങൾ. പ്രൊഫസർ PS വേലായുധനെ പറ്റി സംസാരിക്കുന്നതിനും ആഴത്തിൽ അദ്ദേഹത്തെ അറിഞ്ഞവരുമൊക്കെ ഈ വേദി സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ സന്തോഷ് സാർ ഇവിടെ ഉപവിഷ്ടനാണ്. ഞാൻ അധികം പറഞ്ഞ് നീട്ടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലും അധികം സംസാരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും ആർക്കും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പുസ്തകം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി യത്നിച്ച എഡിറ്റർമാരോടും അത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ച പ്രബോധ പബ്ലിക്കേഷനോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. പ്രൊഫസർ PS വേലായുധൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിത പദങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യുന്നതിനായി സഹോദരൻ മാസിക എക്സിക്യൂട്ടീവ് എഡിറ്റർ PP രാജൻ അവറുകളെയും ആത്മകഥ ഏറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ PS വേലായുധൻ്റെ മകൻ PV സന്തോഷ് കുമാർ അവറുകളെയും സാദരം ക്ഷണിക്കുന്നു. ആദരണീയായ അധ്യക്ഷ ഡോക്ടർ എൽസമ്മ ജോസഫ് അറക്കൽ അവർകൾ, ശ്രീ ദീപു PK അവർകൾ, ഡോക്ടർ ഉഷാകിരൺ അവർകൾ, ഡോക്ടർ ശാന്താദേവി അവർകൾ, ശ്രീമതി MR ഗീത അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങിനെ ധന്യമാക്കേണ്ടിയിരുന്നത് മലയാളത്തിൻ്റെ മനസ്സാക്ഷിയായ പ്രൊഫസർ MK സാനു സാറാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് രാത്രി വീഴുകയും അതേ തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിക്കുകയും അദ്ദേഹം ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വളരെ സന്തോഷവാനായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കെല്ലാം സമാശ്വാസം പകർന്നു തന്നത്. ഈ ചടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു കഥയുണ്ട്. അതായത് സൂര്യൻ മറയുന്ന സന്ദർഭത്തിൽ ഈ ദൗത്യം, എൻ്റെ ദൗത്യം ആരേറ്റെടുക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു മൺവിളക്ക് എനിക്ക് ആവോളം ചെയ്യാം എന്ന് പറഞ്ഞതായ ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞ് സാനു സാറിൻ്റെ കാലടിയിലെ ഒരു മൺതരിയുടെ അത്രയും പോലും യോഗ്യതയില്ലാത്ത ഞാൻ സാനു സാറിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ഈ ഒരു പാഠപുസ്തകമായി കേരളീയ സമൂഹത്തിന് മാറേണ്ടുന്ന അതുല്യ പ്രതിഭാധനനായ ഒരു വ്യക്തിയാണ് പ്രൊഫസർ PS വേലായുധൻ സാർ. അദ്ദേഹത്തോടൊപ്പം നിരവധി വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
ഈ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഓരോ സന്ദർഭത്തിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയും, ഈ ഓരോ കാര്യം പറയുമ്പോൾ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ജീവചരിത്രം എഴുതണം, അത് തലമുറകൾക്ക് പ്രചോദനം നൽകും എന്നാണ്. അദ്ദേഹം വേലാൻ സാറ് പറയുന്നത്, ഞാൻ എൻ്റെ മാർഗദീപം ശ്രീനാരായണ ഗുരുവാണ്. എന്നെ ഉത്തേജിപ്പിച്ചതും പ്രചോദിപ്പിച്ചതും ശ്രീനാരായണ ഗുരുദേവൻ്റെ വാത്സല്യ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ്. ആദ്യമൊക്കെ സഹോദരൻ അയ്യപ്പനെ പരിചയപ്പെടാനും പലതും ഉൾക്കൊള്ളാനും കഴിഞ്ഞു. അവസാനം സഹോദരൻ അയ്യപ്പൻ്റെ സന്തത സഹചാരി ആയി മാറാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നാണ്. അത് അദ്ദേഹത്തെ വല്ലാണ്ട് ആവാഹിച്ചെടുത്തിരുന്നു എന്നുള്ള വസ്തുതയാണ്. കാരണം അദ്ദേഹം പല രംഗത്ത് പ്രവർത്തിച്ചു. ഏതെല്ലാം രംഗത്ത്? അധ്യാപകൻ എന്നുള്ള നിലയിൽ, പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഈ പല ഭരണരംഗത്ത് പ്രസിഡന്റ് പിയോത്തിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ, അങ്ങനെ പല നിലകളിൽ പ്രവർത്തിച്ചു. പക്ഷേ എന്തു പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടുവോ അതിലൊന്നും ഒരണുവിട വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അവസാന ശ്വാസം വരെ ഒരണുവിട, ഒരു തലനാരിഴ വ്യതിചലിക്കാത്ത മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ പ്രചോദിപ്പിച്ചിട്ടുള്ളതിന് ഒരു കണക്കുമില്ല. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംവരണ സംരക്ഷണ സമരം ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, 1973 ജൂൺ മാസം 28 സംവരണ സംരക്ഷണ പ്രകടനം നടത്തിയ തിരുവനന്തപുരത്ത്. എത്രയോ മണിക്കൂർ നീണ്ടു നിന്ന പ്രകടനം. അദ്ദേഹത്തിൻ്റെ അപാരമായ സംഘടനാ വൈഭവം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവമായിരുന്നു ആ പ്രകടനം. ആ പ്രകടനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ അഗ്രിമസ്ഥാനം അലങ്കരിച്ച പ്രൊഫസർ PG സഖാവ് P ഗംഗാധരൻ, നമ്മുടെയൊക്കെ സ്മൃതിപഥത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവരൊന്നും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ്. P ഗംഗാധരൻ ഈ സാമുദായിക സംവരണത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നിടത്ത് ഇറങ്ങി വന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ രണാങ്കണങ്ങളിൽ നിന്ന് അദ്ദേഹം ധീരോദാത്തമായി നേതൃത്വം കൊടുത്തത് എന്ന് നമുക്കറിയാൻ കഴിയും. അതിൻ്റെ സംഘാടകൻ പ്രൊഫസർ PS വേലായുധൻ. അന്ന് ഞാൻ ഉൾപ്പെടെ 3 ലക്ഷം ചെറുപ്പക്കാർ ഒട്ടും കൂസാതെ ജയിലറകളിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ അത് കേട്ട് ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടി നടത്തിയ സംവരണ സമരത്തിൽ അതിൽ പ്രചോദിതരായി വന്ന് കളക്ട്രേറ്റുകളുമെല്ലാം പിക്കറ്റ് ചെയ്ത് 3 ലക്ഷം ചെറുപ്പക്കാർ. ഇന്ന് നമ്മൾ പരിധി നോക്കിയാൽ കാണില്ല. 3 ലക്ഷം പോയിട്ട് 3000 പേരെ കിട്ടില്ല. 3 ലക്ഷം ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ജയിലറകളിലേക്ക് പോയി. ഇന്ന് നമ്മൾ കാണുന്നത് കണ്ടില്ലേ? എന്നും ഈ ശ്രീനാരായണ സമൂഹത്തോടൊപ്പം നിന്ന സമുദായമാണ് മുസ്ലിം സമുദായം. ആ സമുദായം സാമൂഹ്യനീതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് കയ്യും കലാശവുമില്ല. ആ സമുദായം നമുക്കറിയാം, പാർലമെൻറ്റിൽ സാമ്പത്തിക സംവരണം അല്ല, അത് സവർണ സംവരണമാണ്. സാമ്പത്തിക സംവരണമാണെങ്കിൽ എല്ലാ സമുദായങ്ങളിലും ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ സവർണ സംവരണം, അതിനുള്ള നിയമം പാസ്സാക്കുന്ന സന്ദർഭത്തിൽ എതിർത്തത്, ഇന്ത്യ മുഴുവൻ എതിർത്തത് മുസ്ലിം സമുദായമാണ്. മുസ്ലിം ലീഗിൻ്റെ 2 MP-മാരാണ് എതിർത്തത്, പിന്നെ OIC-യുടെ ഒരാളും കൂടെ. ആ സമുദായത്തെ നമുക്ക് പാതാളത്തിലേക്ക് പോവുകയാണ് നമ്മൾ. സാമൂഹ്യനീതിക്ക് വേണ്ടി ഈ ശ്രീനാരായണീയർ ഒന്നിച്ച് പടപൊരുതി ഒരു സമൂഹത്തെ ആർക്കോ വേണ്ടി അച്ചാരം വാങ്ങിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന ആളുകളുടെ നമുക്കിവിടെ കാണാൻ കഴിയുക. അവിടെയൊക്കെയാണ് വേലാൻ സാർ ആ സമൂഹമായി എത്രമാത്രം ഹൃദയബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, 10-13 ദിവസത്തേക്ക് ഒരാളിവിടെ മന്ത്രിയായി, അല്ല മുഖ്യമന്ത്രിയായി. നിങ്ങൾക്കറിയാം, മഹാനായ CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിൽ വേണമെന്ന് അദ്ദേഹം ശഠിച്ചത് ആരെയാണെന്നറിയാവോ? പ്രൊഫസർ PS വേലായുധൻ മന്ത്രിയാകണമെന്നാണ്. അത് പ്രൊഫസർ PS വേലായുധൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകണമെന്നാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ ചരിത്രം. പാർശങ്കർ മന്ത്രിയായി, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഞാൻ എടുക്കുന്നു, ഓരോ സമുദായത്തിനും അവകാശപ്പെട്ടത് ഞാൻ കൊടുക്കുന്നു എന്നാണ്. ഒരു പരാതി ഉണ്ടായില്ല. NSSന് അപേക്ഷയില്ലായിരുന്നു. NSSന് അപേക്ഷ വേണമെന്ന് NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു പറഞ്ഞിട്ട് അപേക്ഷ വാങ്ങിച്ചുകൊണ്ട് അനുവദിച്ചു കൊടുത്തു.
ലത്തീൻ കത്തോലിക്കർക്ക് അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ നിവേദനങ്ങളുമായി നടക്കുന്നു, പരിദേവനങ്ങളുമായി പറയുന്നു, മുഖം വികൃതമാകുന്നതിന് മറ്റുള്ളവരെ ഭത്സിക്കുന്നു, അപഹസിക്കുന്നു, അപകീർത്തിക്കുന്നു, സമൂഹത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു, സ്പർദ്ധയും എല്ലാം ഉണ്ടാക്കുന്നു. വേലായി മാഷ് അവിടെയാണ് ജീവിതപദം വായിക്കേണ്ടത്. എൻ്റെ ജീവിതപദം വായിക്കേണ്ട ഈ കേരളത്തിന് വെളിച്ചം പകരാൻ, അന്ധകാരനിബിധം ആയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന് നുറുങ്ങു വെളിച്ചമായി ഈ ഗ്രന്ഥം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കാലഘട്ടത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. മണ്ഡൽ കമ്മീഷൻ തെളിവെടുപ്പിന് വന്നിവിടെ. അതായത് ഇന്ത്യയിലെ ഭരണഘടനാപരമായി 340-ാം വകുപ്പ് പ്രകാരം പിന്നോക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ പഠിച്ച് അവർക്ക് എന്തെങ്കിലും പരിരക്ഷകൾ ഏർപ്പെടുത്തേണ്ടതെങ്കിൽ ഏർപ്പെടുത്തുവാനുള്ള ഒരു ശുപാർശകൾ സമർപ്പിക്കുവാൻ കമ്മീഷൻ നിയോഗിക്കാൻ ഇന്ത്യയുടെ പ്രസിഡന്റിന് അധികാരം നൽകുന്ന വകുപ്പനുസരിച്ച് മണ്ഡൽ കമ്മീഷൻ വെച്ചു. മണ്ഡൽ കമ്മീഷൻ തെളിവെടുപ്പിന് വന്നപ്പോൾ മണ്ഡൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, BP മണ്ഡൽ പറഞ്ഞു, ഇന്ത്യ മുഴുവൻ ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ പരിശോധിച്ചു, പിന്നോക്ക സമുദായങ്ങളുടെ ജീവിത നിലവാരം എന്നെല്ലാം പഠിച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ പ്രൊഫസർ PS വേലായുധൻ ചെയ്ത സേവനം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തോട് ഈ PS വേലായുധൻ്റെ നാമം കേൾക്കുമ്പോൾ നമ്മുടെ ശിരസ് കുനിയേണ്ടതാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമുക്കും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇത് ഒരു ഔദാര്യമൊന്നും അല്ലല്ലോ. ആളുകൾ പറയണ ഔദാര്യം അവകാശമാണ്. ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ യുക്തിഭദ്രമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾ അധികാരത്തിൻ്റെ പുറംപോക്കിൽ നിൽക്കുകയാണ്. ഇന്നും അവർ നിവേദനങ്ങളുമായി ഭരണാധികാരി വർഗത്തിൻ്റെ മുമ്പിൽ യാചിച്ചു നിൽക്കുകയാണ്. പരിഹാരം വേണം, സാമൂഹ്യനീതി വേണം, എല്ലാ സമൂഹത്തിനും അധികാരത്തിൽ പങ്കാളിത്തം വേണം. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ പോലെ അഞ്ചൽ ശിഫായിയുടെയിലും അരക്കഴഞ്ച് അധികാരമുണ്ട്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. പക്ഷേ ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്തിലെ പ്യൂൺ വരെയുള്ള ആളുകളാണ് അധികാരം പങ്കിടുന്നതെന്നുള്ളത് കൊണ്ട് ആ ഉദ്യോഗസ്ഥരിൽ മതിയായ പ്രാതിനിധ്യം നമുക്ക് വേണം എന്ന അവകാശം ന്യായമാണ്. നമുക്കറിയാം, ഇപ്പോൾ അബലാശരണത്തിൻ്റെ ഈ സ്ഥലത്തിന് പട്ടയത്തിന് വേണ്ടി നമ്മൾ യത്നിച്ചപ്പോൾ എത്രയോ കൊല്ലമായി ഗീതയെ MR ഗീതയൊക്കെ എത്രയോ, ഇപ്പോൾ പറഞ്ഞില്ലേ MR ഗീതയും അതുപോലെ തന്നെ മറ്റ് പലരും ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എത്ര ക്ലേശം. അപ്പോൾ അത് അവിടെയുണ്ടല്ലോ പല ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും ശ്രീ K രാജനുമൊക്കെ സജീവമായ താല്പര്യമെടുത്തതുകൊണ്ട് നടന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ ഇത് ചെയ്യാതിരിക്കണം, കൊടുക്കാതിരിക്കണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഉദ്യോഗത്തിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ പങ്കാളിത്തമാണ്, അല്ലാണ്ട് ഇത് തൊഴിൽദാന പദ്ധതിയല്ല. ഇത് വേലായി മാഷാണ് യുക്തിഭദ്രമായി പറഞ്ഞത്. സംവരണത്തെക്കുറിച്ച് ആധികാരികമായ ഗ്രന്ഥം രചിച്ചത് അത്രയാണ്. ഈ രോമം ചീർക്കുന്ന ചരിത്രമാണ് SNDP യോഗത്തിൻ്റെ. സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും വിദ്യാലയ പ്രവേശനവും പ്രായപൂർത്തി വോട്ടവകാശവും സാമുദായിക സംവരണവും എല്ലാം അത് നമ്മുടെ രോമക്കുത്തുകൾ ചീർക്കുന്ന ചരിത്രം. ആ ചരിത്രം അദ്ദേഹമാണ് രചിച്ചത്. അദ്ദേഹത്തോട് ഈ വിഭാഗത്തിനുണ്ടാകേണ്ടുന്ന കടപ്പാട്, അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞു, താങ്ക്ലെസ് ജോബ്. അത് ശരിയാ, താങ്ക്ലെസ് ജോബ്. കാരണം എന്താ വെച്ചാൽ ഈ വിഭാഗത്തിന് അറിയില്ല, അറിവുകേട് കൊണ്ടോ, മനഃപൂർവ്വമല്ല. പക്ഷേ അവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുമ്പോഴും അവർ പലപ്പോഴും വിമർശകരായി ശരവ്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേലായി മാഷ് വേദനയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് താങ്ക്ലെസ് ജോബ് അത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കാര്യരുമ്പ് കോട്ട കെട്ടിപ്പടുത്താലും അതിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വേലായി മാഷ് മുന്നോട്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ SNDP യോഗത്തിന് രണ്ടാമത് അവകാശ പ്രഖ്യാപനം നടക്കുകയാണ്. 1980 രണ്ടാമത് അവകാശ പ്രഖ്യാപനം നടക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ റാലി കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ പള്ളുരുത്തിയിലെ ശ്രീ K ധർമ്മജന, ഉജ്ജ്വലനായ പ്രാസംഗികൻ, മറ്റേ മത്തായി മാഞ്ഞൂരാൻ്റെ ശിഷ്യൻ, ഇതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് 5 മണിക്കുള്ളിൽ 25,000 രൂപ തന്നില്ലെങ്കിൽ പ്രകടനം നടക്കില്ല മാഷേ എന്ന് പറഞ്ഞു വേലായുധൻ സാറിനോട്. ഞാനിപ്പോഴും അത് എൻ്റെ സ്മരണയിൽ തെളിഞ്ഞു നിൽക്കുക. ഞാൻ വേലായുധൻ മാഷ്, ഇത് ഞാൻ പലപ്പോഴും സാനു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ, സ്വകാര്യ സംഭാഷണത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗുരു ആരെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ മാഷ് പറയും, ഈ ചിത്രം സ്വാമിയുടെ ചിത്രമല്ല,
തുമ്പോളിയിൽ എൻ്റെ വീട്ടിൽ മുറ്റത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പടിഞ്ഞാറൻ കാറ്റ് വരുമ്പോൾ ഉദരഭാഗത്ത് കിടക്കുന്ന വസ്ത്രം ഇങ്ങനെ കാറ്റിൽ പറക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദരം നമ്മുടെ ദൃഷ്ടിയിൽ ഗോചരീഭവിക്കും. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, തനി തങ്കത്തിൽ കടഞ്ഞെടുത്ത കോമളകളേഭരം സ്വർണം പോലെയാണ് ഇരിക്കുന്നത് എന്ന്. സാനുമാഷ് പറയുന്നത് പോലെ തന്നെ പ്രൊഫസർ PS വേലായുധൻ പറഞ്ഞു, ധർമ്മജ എന്നെ ഭയപ്പെടുത്തല്ലേ. ധർമ്മജ മോശക്കാരനായതുകൊണ്ടല്ല കേട്ടോ, എന്നെ ഭയപ്പെടുത്തല്ലേ. ഞാനും യോഗം പ്രസിഡന്റ് N. ശ്രീനിവാസനും കൂടെ ഗുരുവിൻ്റെ ഒരു ചിത്രം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ റോഡിലൂടെ നടന്നു പോയാൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഞങ്ങളെ അനുധാവനം ചെയ്യാനുണ്ടാകും. കാരണം ഗുരു ഈ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച അനേക ലക്ഷങ്ങളുള്ള നാടാണ്. സാർ കാശ് കൊടുത്തില്ല, വാശിയിൽ കാശ് കൊടുത്തില്ല. പക്ഷേ എറണാകുളം നഗരം അന്ന് വരെ കാണാത്ത കൂലം കുത്തി ഒഴുകുന്ന നദീപ്രവാഹം പോലെ എറണാകുളത്തേക്ക് വരികയാണ്. എന്നിട്ട് അർബാർ ഹോൾ മറ്റ് ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. അർബാർ ഹോളിൻ്റെ ഉത്തംഗമായ വേദിയിൽ നിന്നുകൊണ്ടാണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അത് പറഞ്ഞത് സഹോദരൻ തന്നെ പറഞ്ഞതാണ്. നാം മനുഷ്യർ ജന്മന്മാ സമന്മാരാണ്, എല്ലാ സമുദായക്കാരും സമന്മാരാണ്. ജീവിക്കാനും വളരാനും ക്ഷേമൈശ്വര്യങ്ങൾ നേടാനുമുള്ള സ്വാതന്ത്ര്യം, അവകാശം എല്ലാവർക്കും ഒരുപോലെയുണ്ട്. ഇതാണ് സത്യം, ഇതാണ് ധർമ്മം, ഇതാണ് നീതി. ഇതിനെതിരായതെല്ലാം അധർമ്മവും അസത്യവും അനീതിയുമാകുന്നു എന്ന് പണ്ട് സഹോദരൻ പറഞ്ഞത് ആവർത്തിച്ച് സിംഹഗർജനം നടത്തിക്കൊണ്ട് വേലായ മാഷ് പറയും. അതൊക്കെ ഇപ്പോഴും എൻ്റെയൊക്കെ കണ്ടത്തിൽ ഇങ്ങനെ എന്താ പറയുക മുഴങ്ങി നിൽക്കുന്ന. ഞാൻ നീട്ടുന്നില്ല. ഒരു ജീവിതമാകെ അദ്ദേഹം എല്ലാ മേഖലകളിലും ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചു. പക്ഷേ അവിടെയെല്ലാം കാർക്കശ്യം, അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം എന്ന് പറഞ്ഞത് സംശുദ്ധമായിരിക്കണം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകന്മാർ ഈ പണ്ട് ലെനിൻ പറയുന്നത് പോലെ വെള്ളത്തിലെ പരൽമീൻ പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞതുപോലെ തെളിമയുള്ളവരായിരിക്കണം, പ്രകാശമായി പ്രശോഭിക്കുന്നവരായിരിക്കണം, ഗുരുനിന്ദകന്മാരായിരിക്കരുത് എന്നുള്ള അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ആ നിർബന്ധ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച് ഒരു ജീവിതമാകെ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ യശോധാവല്യത്തിൽ ഒരു ജലകണികയോളം കറുപ്പ് പാട് വീഴാതെയാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് നമുക്കറിയാൻ കഴിയും. ഏതായാലും ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ നവീൻ കുമാറും ദീപും എല്ലാം മുൻകൈയെടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസാധകരൊക്കെ പ്രബോധ ട്രസ്റ്റൊക്കെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും തീരാത്തതാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ യോഗചരിത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ സേവാസംഘം ഒരു ഘട്ടത്തിൽ ആലോചിച്ചു ഇതൊക്കെ പ്രസിദ്ധീകരിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. എന്തെല്ലാം ഇപ്പോൾ സ്വതന്ത്ര സമുദായം ഏറ്റവും പ്രസക്തമായ സന്ദർഭമാണ്. ഈഴവർ ഹിന്ദുക്കളല്ല. സ്വതന്ത്ര സമുദായം, ഈ മാധവൻ്റെ സ്വതന്ത്ര സമുദായം, C. കേശവൻ്റെ എൻ്റെ ജീവിത സമരമൊക്കെ തലമുറകളെ വായിപ്പിക്കേണ്ടതാണ്. നാം പിന്നിട്ട് ജാതി ഉറങ്ങുന്ന പൊന്തക്കാടുകൾ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി, ഭസ്മീകരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികരായിട്ടുള്ള ധീരസേനാനികൾ, നേതാക്കന്മാർ ചെയ്ത ത്യാഗസുരഫലമായ ജീവിതത്തെക്കുറിച്ച് നാം അറിയേണ്ടത്. ഇതൊക്കെ എന്താണ്ട് ഒരു സുപ്രഭാതത്തിൽ കരഗതമായതാണ്, പെട്ടിക്കടയിൽ നിന്ന് മലയാള മനോരമ വീക്കിലി വാങ്ങിക്കുന്ന ലാഘവത്തോടു കൂടി കിട്ടിയതാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ അടുത്ത ദിവസം ഞങ്ങളൊരാളുമായിട്ട് സംസാരിച്ചു. വിദ്യാഭ്യാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലായത് അപ്പോൾ പുള്ളി പറഞ്ഞു പിന്നോക്കക്കാരനാണ്, സാമ്പത്തിക സംവരണം വളരെ നിർബന്ധമാണ്. പിന്നെ ദൈവാധീനത്തിനൊരു ഗുണവും കൂടെ പുള്ളി പറഞ്ഞു. പണ്ടൊരു രാഷ്ട്രീയ നേതാവ്, നല്ല വിദ്യാഭ്യാസം രാഷ്ട്രീയ നേതാവ് 3 ദിവസം വെള്ളത്തിൽ അടിയിൽ മുങ്ങിക്കിടന്നിരുന്നു എന്ന് പറഞ്ഞു. 3 ദിവസമേ, 3 മിനിറ്റ് കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആശ്വസിച്ചു എന്ന് പറഞ്ഞു, ഇത് വിവരമില്ലാതെ പറയണതാണല്ലോ എന്ന് ആശ്വസിച്ചു. ഏതായാലും ഇത്തരം ചരിത്രമെല്ലാം തലമുറകൾക്ക് വെളിച്ചമായി വർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ പുസ്തക പ്രകാശനം വാസ്തവത്തിൽ ഈ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽപ്പെടുത്താൻ കഴിയുന്ന സകലവിധ യോഗ്യതകളുമുള്ള ഒരു മഹാത്മാവാണ് പ്രതിഭാധനനായ ധീരനായ പ്രൊഫസർ PS വേലായുധൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ ഒക്കെ മനസ്സിൽ നിത്യമുദ്രിതമായി നിൽക്കുന്ന പ്രകാശമാനമായ ഒരു രൂപമാണ് പ്രൊഫസർ PS വേലായുധൻ.
അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു തരികയും ഞാൻ ധാരാളം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ വാത്സല്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മാമംഗലത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്, പത്രസമ്മേളനം നടത്താനാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ വിചാരിക്കാത്ത വിധത്തിൽ രാവിലെ അദ്ദേഹത്തിന് രാഘവൻ വക്കീലിനെതിരെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നിരിക്കുക. അപ്പോൾ പത്രസമ്മേളനത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് ഇന്ന് സാറ് എന്താ പറയാൻ പോണേ എന്ന് എന്താ പറയണ്ടേ, അത് ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ചോദിക്കുക, രാഘവനല്ലാതെ വേറെ ആരുണ്ട്? പറ, രാഘവൻ കക്കുവോ? കക്കില്ല. രാഘവനുള്ളൊരു ദോഷം എനിക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു. ഉള്ളത് പുരപ്പുറത്ത് കയറിയിരുന്ന് പറയും എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ രാഘവൻ വക്കീൽ നിശ്ചിതമായി വിമർശിച്ച ആള് പ്രസ് ക്ലബിൽ ചെന്നിട്ട് MK രാഘവൻ മഹാനാണെന്നും MK രാഘവനൊപ്പം ഉന്നത ശീർഷനായ ഒരു ആൾ ഇവിടെ ഇല്ലെന്നും പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിസ്മയിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഗുണത്തെ അറിഞ്ഞ് അതേസമയം ന്യൂനത പറയുന്നതോടൊപ്പം തന്നെ ആ മനുഷ്യൻ്റെ മഹത്വത്തെ അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വലിയ സംഗതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സാനു സാറ് ഏറ്റവും വേഗം അദ്ദേഹം വീണ്ടും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ. ഇനിയും കാര്യം നമുക്ക് ഇത്ര വയസ്സൊക്കെ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. സാനുമാഷ് ആരാണെന്ന് നമ്മേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റ് കേരളീയ സമൂഹമാണ്. നമ്മളിപ്പോഴും ആളുകൾ പറയണവരുണ്ടല്ലോ, നമ്മളാരും ശ്രീനാരായണ ഗുരു ഒഴിച്ച് ആരെയും അങ്ങനെ അംഗീകരിക്കാത്തവരാണ്. അപ്പോൾ എന്താ വെച്ചാൽ സാറ് നമുക്ക് ആവശ്യമാണ്. കുറച്ചു കാലം അന്ധകാര നിബിഡമാകുകയാണ് കേരളീയ സമൂഹം. അന്ധകാര നിബിഡം, അനാചാരങ്ങളും അതും ഇതെല്ലാം തിരിച്ച് വന്നു കൊണ്ടിരിക്കുക. അപ്പോൾ സാനു സാറിൻ്റെ ദിവ്യമായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാം കേരളീയ സമൂഹത്തിന് ഈ അമൃതം പോലെ പീയൂഷം പോലെ പ്രാധാന്യമുള്ളതാണ്. അത് അനർഗളം ലഭിക്കുവാൻ നമുക്ക് ഇനിയും ദീർഘകാലം അവസരമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പകരക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതി വേലായുധൻ സാറിൻ്റെ പ്രിയപുത്രനായ ശ്രീ സന്തോഷ് കുമാർ അവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ദീപു PK അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട എൽസമ്മ ടീച്ചർ, ഗീതാ മേഡം, നവീൻ കുമാർ സാറ്, രാജൻ സാറ്, ഉഷ മേഡം, ശാന്താദേവി മേഡം, പ്രിയപ്പെട്ട സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഒരിക്കൽ ഈ നമ്മുടെ കോളേജിലെ ചരിത്ര വിഭാഗ അധ്യാപകനായിട്ടുള്ള വിനോദ് സാറ് കൈവശം ഈ പുസ്തകത്തിൻ്റെ പഴയ കോപ്പി ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ സാധാരണ രീതിയിൽ പുസ്തകങ്ങളൊക്കെ കാണുമ്പം ഞങ്ങൾ തമ്മിൽ ഇത് മേടിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയും. അപ്പോൾ സാറിന് അവിടെ ഞാൻ ചോദിച്ചു, ഇതെനിക്കൊന്ന് തരാമോ? അപ്പം സാറ് പറഞ്ഞു, ആകപ്പാടെയുള്ള കോപ്പിയാണ്, സദനത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ് എന്ന് പറഞ്ഞു. എന്നാലും സാറത് എനിക്ക് വായിക്കാനായിട്ട് തന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇത് വേറൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അവരോട് ചോദിച്ചിട്ട് ഹോദയോട് ചോദിച്ചിട്ട് പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാം, ഗീതാ മേഡം കൂടി സഹകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് വീണ്ടും അച്ചടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ ഇത് പുനഃപ്രസിദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് പ്രത്യേകം തോന്നുകയുമുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീ
വേലായുധൻ, പ്രൊഫസർ വേലായുധൻ, അദ്ദേഹം തിരുവിതാംകൂറിലാണ് ജനിച്ചത് സാങ്കേതികമായിട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വരുന്നത് കൊച്ചിയാണ്. ആ സമയത്ത് കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഇരട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോളേജിൽ ഇവിടെ ജോലി ലഭിക്കുന്നതിന് ഈ തിരുവിതാംകൂറുകാരൻ എന്ന ഒരു മേൽവിലാസം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും CP-യുടെ കാലവും പിന്നെ കൊച്ചിയിലെ ആ സമയത്തുണ്ടായിരുന്ന പൊതു സംഭവ വികാസങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു ഇതുപോലെ തന്നെ ഒരു പ്രളയത്തെക്കുറിച്ചുമൊക്കെ വളരെ 1924 പ്രളയത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അതോടൊപ്പം തന്നെ കൊച്ചിയുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം ജോലി ചെയ്യാൻ വന്ന് അതിനുശേഷം കൊച്ചിക്കുണ്ടായ പൊതുവായ വികസനത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂടാതെ അവർണനായിട്ടുള്ള ഒരു അധ്യാപകൻ ശ്രീ പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. പ്രസിദ്ധനായിട്ടുള്ള കവിയായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പനും അതിനുശേഷം പ്രൊഫസർ വേലായുധനുമായിരുന്നു. അപ്പം അദ്ദേഹം ഇടയ്ക്ക് ഡെപ്യൂട്ടേഷനിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോവുകയും തുടർന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ ഡെപ്യൂട്ടേഷൻ പോയപ്പോൾ മഹാരാജാസ് കോളേജിൽ കുറേ കാലത്തിന് ശേഷം അവർണ അധ്യാപകർ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളത്. പിന്നീടാണ് കൂടുതൽ ആളുകൾ ഈ താഴ്ന്ന ജാതി വിഭാഗത്തിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ അധ്യാപകരായിട്ട് വന്നത് എന്നുള്ളത്. അപ്പം കോളേജ് മൊത്തത്തിൽ ആ സമയത്ത് മേൽജാതിക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, താഴ്ന്ന ജാതിക്കാരനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തോട് മിണ്ടാതെ നടന്ന അധ്യാപകർ ഒരുപാട് പേര് മഹാരാജാസ് കോളേജിൽ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊച്ചിയിലും പ്രത്യേകിച്ചും മഹാരാജാസ് കോളേജിലുമൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് അദ്ദേഹം പ്രിൻസിപ്പലായിട്ട് ആ കോളേജിൽ തന്നെ പ്രിൻസിപ്പലായിട്ട് വരികയും ആ സമയത്തും കുറച്ചൊക്കെ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചവരുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതി എന്നുള്ളത് പൂർണ്ണമായിട്ട് ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അത് സ്ഥിരമായി കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതോടൊപ്പം തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത സംഭാവനകൾ, പ്രത്യേകിച്ചും ചരിത്ര രചനകൾ, ഞാൻ നാളിൽ സൂചിപ്പിച്ചിരുന്നു, ഇക്കണ്ടവാര്യരെക്കുറിച്ച് ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോമാചരിത്രം. ഏറ്റവും അദ്ദേഹത്തിൻ്റെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോക ചരിത്രമാണ്. PSCക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ചരിത്രം, പ്രത്യേകിച്ച് ലോക ചരിത്രം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ലോക ചരിത്രം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കേരളത്തിലെ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വലിയ തോതിൽ ഭൗതികമായിട്ടുള്ളൊരു സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഈ കോളേജിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കേരള ഹിസ്റ്ററി അസോസിയേഷനാണ്. കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ അത് വലിയ തോതിൽ കേരള ചരിത്ര പഠനത്തിന്
സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ്. അതിനെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ വിധത്തിലും അതുപോലെ തന്നെ പ്രിൻസിപ്പലായിട്ട് അതോടൊപ്പം ഇവിടെ തന്നെയല്ല, പിന്നീട് കൊല്ലത്തൊക്കെ പ്രിൻസിപ്പലായിട്ട് വരികയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കലാലയങ്ങൾക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും കലാലയ രാഷ്ട്രീയം ഉണ്ടാക്കിയ ചില മോശം പ്രവണതകൾ അതേക്കുറിച്ചൊക്കെ ഈ ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് SNDPയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള വളർച്ചയെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനയായിട്ട് വരുന്നതിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള കഴിവതും എല്ലാവരും വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി കൊച്ചി ആനന്ദതീർത്ഥൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ഡോക്ടർ ഉഷ കിരൺ അവറുകളെ ആശംസ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷ, എൻ്റെ കൂട്ടുകാരി ഡോക്ടർ എൽസമ്മ ജോസഫ് അറക്കൽ, ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ സന്തോഷ് കുമാർ, പുസ്തകം ഏറ്റുവാങ്ങിയ പേരോർക്കുന്നില്ല, സോറി, വേദിയിലിരിക്കുന്ന ശാന്ത ചേച്ചി, സദനം സെക്രട്ടറി ശ്രീമതി ഗീത, ശ്രീ ദീപു, സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ എപ്പോഴും സാനുമാഷ് ഉണ്ടാവുമായിരുന്നു. ഞാൻ വരുമ്പോഴൊക്കെ സാനുമാഷ് എൻ്റെ അധ്യാപകനാണ്. സാനുമാഷ് ഇല്ലാത്ത തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കുന്ന യോഗമായിട്ട് ആദ്യമായിട്ടാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റെന്ന് വരുമ്പോഴും മാഷ ഇവിടെ ഉണ്ടോ, മാഷിൻ്റെ കാല് തൊട്ട് വണങ്ങിയിട്ടാണ് നമ്മൾ എന്തും ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇവിടെ തീർച്ചയായും കാണാനുണ്ട്. പലരും വന്നിട്ട് പോയി. മാഷ് ഉടനെ നമ്മളോടൊപ്പം തിരിച്ചു ചേരും എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാട്ടുകാരിയല്ല, മലബാറുകാരിയാണ്, കണ്ണൂരുകാരിയാണ്. അപ്പോൾ പ്രൊഫസർ വേലായുധൻ സാറിനെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നു പല മീറ്റിങ്സിലും. ഇവിടെ പ്രൊഫസർ പി വേലായുധൻ അവരെക്കുറിച്ച് വളരെ ദീർഘമായി പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അറിവുകളാണ്. എനിക്ക് പുസ്തകമൊന്നും വായിച്ച ശീലമില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടില്ല ഞാൻ. അപ്പോഴാണ് ഞാൻ ഗീത എടുത്ത് വന്ന് കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം എന്തായാലും എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോഴാണ് ഇത്രയും ഒരു മഹാനായ ഒരു മനുഷ്യനാണ് വേലായുധൻ സാറെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ 70ാം ജന്മദിനത്തിന്, അതായത് നവതി ആഘോഷത്തിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന്, സഹപ്രവർത്തകരെ എല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കിയതാണ്. ആ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായവും മറിക്കുമ്പോഴാണ് ഇത്രയും വിശാലമായ പ്രവർത്തന മേഖലകൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ തെളിമയോടുകൂടി ഇത്രയും നടത്താൻ സാധിച്ച ഒരു മഹാനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടുത്തെ മഹാരാജാസിലെ ഒരു പ്രൊഫസർ എന്നുള്ള നില, അധ്യാപകൻ എന്നുള്ള നിലയിൽ നൂറുകണക്കിന് കുട്ടികളെ കൈപിടിച്ച് ഉയർത്തി നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ശാന്ത ചേച്ചി ഇവർ തന്നെ സംസാരിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചത് പല IASകാരും മഹാരാജാസിൽ നിന്ന് ഉയർന്നു വന്നത് ശ്രീ വേലായുധൻ സാറിൻ്റെ പ്രവർത്തനം കൂടി കൊണ്ടാണ്. അദ്ദേഹം അത്രക്ക് അങ്ങനെയുള്ള പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുത്തിരുന്നു. തൻ്റെ സ്റ്റുഡൻസിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഏതൊക്കെ വിധത്തിൽ ചിന്തിക്കണം, എങ്ങനെ മുന്നോട്ട് ചിന്തിക്കണം എന്ന് അദ്ദേഹം
ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്നത്. വെറുതെ ഒരു അധ്യാപകനോ പ്രിൻസിപ്പലോ ഹെഡ് ഓഫ് ദി ഡിവിഷൻ, അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ, പരീക്ഷാ കമ്മീഷണറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിലും പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വിഷൻ അത് മറ്റാർക്കും കിട്ടാത്ത ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാനോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ തീർച്ചയായും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും പാത പിന്തുടർന്ന് അതിലുള്ള നന്മകൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവൻ്റെ ചരിത്രകാരൻ എന്നുള്ള പേര് കൂടി നിലനിർത്തിക്കൊണ്ട്, കാരണം പാവപ്പെട്ടവൻ്റെ ചരിത്രം പലപ്പോഴും പുറം ലോകം കാണാറില്ല. പാവപ്പെട്ടവനെ മറച്ചു നിർത്തിക്കൊണ്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് പലപ്പോഴും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പാവപ്പെട്ടവനെക്കുറിച്ച് എഴുതാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെക്കുറിച്ച് അവരുടെ ചരിത്രം ജനങ്ങളെ അറിയിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഞാൻ ആ പുസ്തകത്തിൽ ആ ഒരു ചാപ്റ്റർ പ്രത്യേകം വായിക്കേണ്ടായി. പാവപ്പെട്ടവൻ്റെ ചരിത്രകാരൻ, അങ്ങനൊരു ടൈറ്റിൽ കൂടി അവർ സാറിന് കൊടുത്തിട്ടുണ്ടായി. അതുപോലെ പല സംഘടനകളിലും റിട്ടയർ ചെയ്തതിന് ശേഷം ഉള്ള SNDP യോഗത്തിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, അങ്ങനെ പല വലിയ വലിയ സ്ഥാനത്തിരുന്ന് അത്രയും ജനങ്ങളെ കൈകോർത്ത് ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുതിയ പുസ്തകത്തിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല. പുസ്തകം ഇന്നാണല്ലോ കാണുന്നത്. ആ പഴയ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പഴയ പുസ്തകത്തിലെ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും മനസ്സിലാവുന്നത് ഇത്രയും ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്നുള്ളത്. ഒരു മഹാന് ഇത്രയും കാര്യങ്ങൾ ഒരേ സമയം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജനങ്ങളെ, വിവിധ മേഖലകളിലുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു ചാപ്റ്ററിൽ കണ്ട് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. കവിതാ രംഗത്തും അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇങ്ങനെ എഴുത്തുകാരനും ചരിത്രകാരൻ, ചിന്തകൻ, ഗവേഷകൻ, ഇങ്ങനെ എത്രയോ മേഖലകളിൽ ധാരാളം വർഷം പ്രവർത്തിക്കാൻ സാധിച്ച അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ പുസ്തകം ഇനിയുള്ള ജനങ്ങൾ, ഇനിയുള്ള കാലഘട്ടത്തിലുള്ള പ്രത്യേകിച്ച് യുവാക്കൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് നമ്മുടെ വിനോദ് കുമാറും ദീപു പോലെയുള്ള പ്രൊഫസർമാർ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകം ഒന്നുകൂടി റിവൈവ് ചെയ്ത് നന്നാക്കി എടുക്കാൻ ഒരു സദുദ്യമം കൊതിച്ച് അങ്ങനെ ഇപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുസ്തകം ഇന്നും പ്രകാശിപ്പിച്ചത്. ഏതായാലും ഈ പുസ്തകം ചരിത്രത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കേരള ചരിത്രത്തിൽ തന്നെ അടഞ്ഞുപോയ പഴയ കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളും അറിയിക്കാനും പുതിയ തലമുറക്ക് ഒരു പ്രചോദനമാവാനും തീർച്ചയായും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രൊഫസറും നമ്മുടെ വിനോദ് കുമാർ കല്ലോലിക്കൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പല സ്ഥലങ്ങളിലും വളച്ചൊടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ നമ്മൾ കണ്ടെത്തി നേർവഴിക്ക് തിരിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ ഉള്ള ചരിത്രകാരന്മാരുടെ ചുമതലയാണെന്ന്. അതിന് അദ്ദേഹം പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ആരാണ് ആ സത്യാഗ്രഹം നയിച്ചത്, എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാന വ്യക്തികളെ പലപ്പോഴും സ്മരിക്കുന്നേ ഇല്ല. സ്വാമി ആനന്ദതീർത്ഥനെ പോലെയുള്ള ആളുകളെ മറച്ചു പിടിച്ചിട്ടാണ് ആ ചരിത്രം മുന്നോട്ട് പോകുന്നത്. പല രംഗത്തും നമുക്ക് ഇത്തരത്തിലുള്ള പ്രവണതകളെ കാണാം. ഏതായാലും ഇന്ന് അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള എത്രയോ അടഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകളായിട്ട് തീർച്ചയായും കൊണ്ടുവരുമായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പൊയ്കയിലപ്പച്ചൻ ഇദ്ദേഹത്തെക്കാൾ എത്രയോ മുമ്പ് മരിച്ചു പോയ ആളാണ്. സ്വാമി ആനന്ദതീർത്ഥൻ ഇതിന് ശേഷം ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെയൊക്കെ ചരിത്രത്തിൽ കൊണ്ടുവരുമായിരുന്നു. അവരൊന്നും ഇപ്പോൾ ചരിത്രത്തിൽ എങ്ങുമില്ല, നമ്മുടെ സിലബസിലില്ല, കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ല. അവർക്കൊന്നും ആർക്കും ആരാണെന്ന് അറിയില്ല. ശരിയായ ചരിത്രകാരന്മാർ ഏത് ഭാഗം വിട്ടുപോയാലും അതിനെ വീണ്ടും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ ശ്രമിക്കേണ്ടത്. പ്രൊഫസർ വേലായുധൻ സാറിനെ പോലെയുള്ള ആളെ നമുക്ക് ഇനിയും ധാരാളം വേണം. അദ്ദേഹം പോയിട്ടില്ല ഇവിടെ നിന്ന്, കാരണം ഇപ്പോഴും അദ്ദേഹം ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളെ, നമ്മളെയും. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കിയ ആ വലിയ മനുഷ്യന് ഞാൻ നന്ദി പറയാണ്. ഒപ്പം ഈ പുസ്തകത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പ്രബോധ ട്രസ്റ്റും
വിനോദ് കല്ലോലിക്കൽ, അതുപോലെ നമ്മുടെ ദീപു തുടങ്ങിയ എല്ലാവരെയും, പ്രത്യേകിച്ച് സദനം പോലെയുള്ള സ്ഥാപനം, ഇവരാണ്, സദനം തന്നെയാണ് അതിൻ്റെ ബാക്ക് ബോൺ, എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും നേരെയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഈ പുസ്തക പ്രകാശനത്തിൻ്റെ സമാപന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നന്ദി ആശംസിക്കുന്നതിനായി KRSM ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ശാന്താദേവി അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ മാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രൊഫസർ PS വേലായുധൻ്റെ ആത്മകഥ, ആ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. അതിൻ്റെ ഏകദേശം അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനൊക്കെ ചെറുപ്പകാലത്തിലെ തന്നെ ഇദ്ദേഹത്തിനെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്ര വലിയ മഹാനാണെന്നൊന്നും നമുക്കന്നറിയില്ല. അച്ഛനിങ്ങനെ പറയാറുണ്ട്, പ്രൊഫസർ IAS പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടാറുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പുസ്തകം ഞാൻ കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ കാലഘട്ടത്തിനെ പറ്റിയിട്ടും അതിൻ്റെ ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടും മഹാരാജാസ് കോളേജിനെ പറ്റിയിട്ടും എല്ലാം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. നമ്മൾ എല്ലാവരും അത് വായിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഡോക്ടർ എൽസമ്മ അറക്കൽ, മഹാരാജാസ് കോളേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു ബോട്ടണിയിലത്തെ, അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപാധ്യക്ഷയായിട്ട് റിട്ടയർ ചെയ്ത മാഡമാണ്. മാഡത്തിന് വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു അധ്യക്ഷത നടത്തിയതിന്. പിന്നെ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിന് പുസ്തക പ്രകാശനം നടത്തിയത് ശ്രീ PP രാജൻ അവർക്കൽ, അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയത് ശ്രീ PV സന്തോഷ് കുമാർ, ഞങ്ങളുടെയൊക്കെ സ്വന്തം കുഞ്ഞോൻ ചേട്ടനാണ്, ഞങ്ങളുടെ അയൽവക്കം തന്നെയല്ലേ. അപ്പോൾ കുഞ്ഞോൻ ചേട്ടന് വിനയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ആശംസകൾ അർപ്പിച്ചത് ഡോക്ടർ ഉഷാ കിരൺ, പിന്നെ ഡോക്ടർ ദീപു, മഹാരാജാസ് കോളേജിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ, രണ്ടുപേർക്കും വിനയത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്ത സദനം സെക്രട്ടറി ശ്രീമതി MR ഗീതയ്ക്ക് വിനയപൂർവ്വം സ്വാഗതം പറയുന്നു. പിന്നെ ഇതിൽ സംബന്ധിച്ച എല്ലാ മാന്യരോടും വിനയത്തോടു കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.